രാജ്യം അൺലോക്കിൻ്റെ ഭാഗമായിട്ട് അൺലോക്ക് 5 പദ്ധതിയുടെ ഭാഗമായിട്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാനായിട്ട് പദ്ധതിയിട്ടു. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ വരുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. റോഡൊക്കെ പഴയ പോലെ തന്നെയാണ്, റോഡിനൊരു മാറ്റമില്ല, റോഡ് ടാറിങ് ഒന്നും നടത്തിയിട്ടൊന്നുമില്ല. കോവിഡ് കാരണമൊക്കെ ആയിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ തന്നെ ആയിരുന്നു 2-3 വർഷമായിട്ട് ഇങ്ങനെയാണ് ഈ റോഡ് കിടക്കുന്നത്. അത് അതുപോലെയൊക്കെ തന്നെ ഒരു മാറ്റം. ഇതാണ് തുരങ്കത്തിൽ നിന്ന് വെള്ളം ചാടുന്ന ഭാഗം. സുരക്ഷാവേലിയാണ് അവിടെ കെട്ടിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ മഴക്കാലത്ത് വെള്ളം കുതിച്ച് ചാടിയിട്ട് വേലി മൊത്തം പോയി. അപ്പോൾ ഇങ്ങനൊരു തടാകം ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അഞ്ചുള്ളി വന്നാൽ വളരെ ഭംഗിയുള്ളൊരു കാഴ്ച. ഈ തുരങ്കം തുടങ്ങുന്നത് ഇരട്ടയാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒരു ഡാം പണിതിട്ടുണ്ട്. ആ ഡാമിൽ നിന്നാണ് വെള്ളം ഇടുക്കി ഡാമിലേക്ക് എത്തിക്കുന്നത്. ഇത്തവണത്തെ മഴയിലാന്ന് തോന്നുന്നു സുരക്ഷാ വേലിയെല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ശരിയാക്കുമായിരിക്കും. അഞ്ചുള്ളി പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് തുരങ്കത്തിലേക്ക് ഉള്ള വഴി ഇത്രയും വീതിക്ക് വെട്ടിയിട്ടുണ്ട്. നേരത്തെ ഇത്രയും വീതിയൊന്നുമില്ലായിരുന്നു. വളരെ സാഹസികമായിട്ട് വേണം നമുക്ക് നേരത്തെ ഈ തുരങ്ക മുഖത്തേക്ക് എത്തുവാനായിട്ട്. പക്ഷേ ഇപ്പോൾ അത് കുറച്ച് നല്ല വീതിക്ക് അത് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഈ മഴക്കാലം കഴിഞ്ഞ് കോവിഡൊക്കെ ഒന്ന് അടങ്ങുമ്പോൾ ഒരു പക്ഷേ ഈ വഴി നന്നായിട്ട് ടാർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാ വിനോദസഞ്ചാര മേഖലകളിലും കണ്ടുവരുന്ന കലാപരിപാടി ഇവിടെയുണ്ട്. ഈ പ്ലാസ്റ്റിക് കുപ്പി, പേപ്പർ മാലിന്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് അതൊക്കെ ഒരു സ്ഥലത്തേക്ക് അടിഞ്ഞുകൂടി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ നദി സമ്പത്തിനെയൊക്കെ
ഇത് ജനങ്ങളെ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കാരണം വെച്ചാൽ ഈ തദ്ദേശ വകുപ്പൊന്നും ഇവിടെ ഈ പേപ്പർ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും വേർതിരിച്ച് ഇടുവാനായിട്ടുള്ള വേസ്റ്റ് ബിന്നോ അങ്ങനെയൊന്നും ഞങ്ങളവിടെ കണ്ടില്ല. ഈ മല തുറന്നിട്ടാണ് തുരങ്കം പണിതിരിക്കുന്നത്. ഒരുപക്ഷെ ഇടുക്കി ജില്ലയിലെ ഒരു ഏറ്റവും വലിയൊരു അത്ഭുതമെന്ന് പറയാം ഈ അഞ്ചുള്ളി തുരങ്കം. ഡാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട, ഡാമിലേക്ക് പ്രധാനമായിട്ടും വെള്ളമെത്തിക്കുന്ന ഒരു സോഴ്സാണ് ആ തുരങ്കം. വളരെ മനോഹരമായിരിക്കുന്നൊരു ഫ്ലവർ, നമ്മുടെ ഇവിടുത്തെ കയ്പ്പൻ പൂവെന്ന് പറയുന്നത്. തൊട്ടാൽ കഴിക്കും. ഈ കാഴ്ച ഇങ്ങനെ നിൽക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ എന്തുകൊണ്ടും പ്രകൃതി രമണീയമായ മനോഹരമായിരിക്കുന്ന ഒരു ടൂറിസം പ്ലേസാണ് കട്ടപ്പനയ്ക്കടുത്തുള്ള അഞ്ചുള്ളി എന്ന് പറയുന്ന സ്ഥലം. ഞാൻ പറഞ്ഞില്ലേ, ഈ വിവിധ സംഘടനകൾ, വകുപ്പുകൾ ഏകോപിച്ച് പ്രവർത്തിച്ചാൽ അഞ്ചുള്ളി എന്ന് പറയുന്ന സ്ഥലം വളരെ മനോഹരമായിരിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും. എല്ലാ വേനലവധിക്കും ഇവിടെ ധാരാളം ആൾക്കാർ കേരളത്തിന് പുറത്തുനിന്ന് എത്തുന്നുണ്ട്. അത് വിദേശത്ത് നിന്ന് ഇവിടെ കാണാൻ വരുന്ന ആൾക്കാരുണ്ട്. ഇവിടെ വരുന്ന എല്ലാ ആൾക്കാർക്കും ഈ പ്രദേശം വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു അപര്യാപ്തത ഇവിടെയുണ്ട്. ഒരുപക്ഷെ അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കും എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു സന്ധ്യാസമയത്താണ്. ശരിക്കും പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് ഇവിടെ എത്തുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് അഞ്ചുള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അഞ്ചുള്ളി എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ്. അപ്പോൾ നമുക്കറിയാം, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ലേക്കാണ്, തടാകമാണ്. തടാകം ഞാൻ നിങ്ങളെ കാണിച്ചു. തടാകത്തിലേക്ക് വെള്ളമെത്തുന്ന തുരങ്കം കാണിച്ചു. അതിനപ്പുറത്ത് ഇരട്ടിയാർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഡാമുണ്ട്. ആ ഡാമിൽ നിന്നും ഒരു 6 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഒരു തുരങ്കം, ഒരു വലിയ മല തുറന്ന് തുരങ്കം കുഴിച്ച് തുരങ്കം ഇപ്പുറത്ത് അതിലൂടെ വെള്ളം എത്തിച്ച്, അത് ഇടുക്കി അണക്കെട്ടിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ഒരു സോഴ്സ്. പെരിയാറുണ്ട്, കട്ടപ്പനയാറുണ്ട്. അങ്ങനെ കട്ടപ്പനയാറാണ് ഈ ഭാഗത്ത് വന്ന് ചേരുന്നത്. പെരിയാർ അവിടെ വരും. പിന്നെ ഒന്ന് നമ്മളിപ്പോൾ കണ്ട തുരങ്കമാണ്. അപ്പോൾ ഇതൊരു വളരെ മനോഹരമായിരിക്കുന്നൊരു പ്ലേസാണ്. ജലത്താൽ സമ്പന്നമായിരിക്കുന്നൊരു പ്രദേശം, ലേക്ക്, തടാകം, അതുപോലെ തന്നെ ഇഷ്ടംപോലെ പച്ചപ്പ്, നമ്മളെ കണ്ണിന് കുളിർമയാകുന്ന പച്ചപ്പ്, അതൊക്കെ അതുകൊണ്ടൊക്കെ സമ്പന്നമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ കട്ടപ്പനക്കാർക്ക് വലിയൊരു ആശ്വാസമാണ്. കട്ടപ്പനക്കാർക്കെന്ന് മാത്രമല്ല, കട്ടപ്പനയിലും കട്ടപ്പനയുടെ സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ ജനങ്ങൾക്കും, ഇടുക്കി ജില്ലയിലെ എല്ലാ ജനങ്ങൾക്കും ഒരു വലിയ സന്തോഷമുള്ളൊരു സ്ഥലമാണിത്. ഞങ്ങളെപ്പോലെയൊക്കെയുള്ള ജോലി, ഞാൻ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞങ്ങൾ രാവിലെ ഒരു വൈകിട്ട് വരെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് റിലാക്സൊക്കെ ആകാനായിട്ട് ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ വർക്കൊക്കെ പെരുകി തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ വണ്ടിയെടുത്ത് പെട്ടെന്ന്, കട്ടപ്പന എന്നൊരു 5-6 കിലോമീറ്ററേ ഉള്ളൂ, വണ്ടിയെടുത്ത് പെട്ടെന്ന് ഇവിടെ നിന്നിങ്ങനെ ദൂരോട്ടൊക്കെ നോക്കി ദൂരെ കാഴ്ചയൊക്കെ നിന്ന് കണ്ണിന് റിലാക്സ് തന്നെ ഫാമിലിയായിട്ട് വരാൻ പറ്റിയൊരു സ്ഥലം. ഈ സ്ഥലത്ത് മറ്റ് നമുക്കൊരു ശല്യങ്ങളോ ഒന്നുമില്ലാത്തൊരു നല്ലൊരു പ്രദേശം. ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ പ്രത്യേകിച്ച് ഈ പരിസരത്തുള്ള നാട്ടുകാരൊക്കെ നല്ല ആൾക്കാർ, നല്ല സപ്പോർട്ട് ഒക്കെ ഉള്ള ആൾക്കാരാണ്. എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അവരൊന്നിച്ച് നിൽക്കുന്ന ഒരു പ്രതീതിയുള്ള നാട്ടുകാരാണ് ഇവിടെയുള്ള ഈ പരിസരത്ത്. ഇത് കാഞ്ചിയാർ പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ് ഈ പ്ലേസ്. ഇതിന് അപ്പുറം കട്ടപ്പന നഗരസഭയാണ്. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കണ്ടുവരുന്ന കലാപരിപാടിയാണ് ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിനുള്ള പിഴവുകളെന്ന് പറയുന്നത്. നമ്മളത് ഇവിടെ കണ്ടു. പ്ലാസ്റ്റിക്കൊക്കെ ഒരുപാട് ഈ പുഴയിൽ കിടപ്പുണ്ട്, ഒരുപാട് കിടപ്പുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ. അപ്പോൾ അത് നിർമ്മാർജ്ജനം ചെയ്യാൻ, അല്ലെങ്കിൽ അതിങ്ങനെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയാതെ അത് എവിടെയും ശേഖരിക്കാനുള്ള നടപടിയൊന്നും ഇവിടെ ടൂറിസം വകുപ്പ് ചെയ്തിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലും ഈ സർക്കാർ അല്ല പഞ്ചായത്ത് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു നടപടി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരുപാട് കാലത്തിന് ശേഷം അവിടെ ഒരു വാഷ്റൂം ഒരു യൂറിൻ ഷെഡൊക്കെ കൂടി പണിതിട്ടുണ്ട്. നല്ല കാര്യം. കടമുറിയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഒരു വളരെ നല്ല കാര്യമാണ്. കാരണം ഇവിടെ വരുന്ന ആൾക്കാർക്ക് അത് വളരെ പ്രയോജനപ്പെടും. അതിൻ്റെ ഒരു കുറവ് ഇവിടെ ഉണ്ടായിരുന്നില്ല, അത് പണിതു. അതുപോലെ തന്നെ റോഡുണ്ട്, പക്ഷേ റോഡൊന്നും കൂടെ ടാർ ചെയ്ത് കിട്ടാൻ നല്ലതായിരിക്കും. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇവിടെ ഒരു കുറച്ച് അപകടം ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ അവിടെ അപകടം വരാത്ത രീതിയിൽ വേലിക്കെട്ടുകൾ ഒക്കെ പിടിപ്പിച്ചാൽ നല്ലതായിരിക്കും. പക്ഷേ അതിനും പര്യാപ്തതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇടുക്കി ഡാമിൻ്റെ
90% വെള്ളം. വെച്ചാൽ 2400 അടിയാണ് ഡാമിൻ്റെ മാക്സിമം കപ്പാസിറ്റി. ഇപ്പോൾ 2392 അടി വെള്ളമുണ്ട്. വെള്ളം കയറുമ്പോൾ ഞാൻ ഈ നിൽക്കുന്ന പ്രദേശമൊക്കെ ഇവിടെയൊക്കെ വെള്ളത്തിലേക്ക് വരും. അതുകൊണ്ടായിരിക്കും അത് ചെയ്യാത്തത്. പക്ഷേ എങ്കിലും പാർക്കിംഗ് ഏരിയ ഒക്കെ കുറച്ചുകൂടി ഒന്ന് വിസ്തീർണമാക്കി സർക്കാർ, ഇത് ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ്, വൈദ്യുതി ബോർഡിൻ്റെ പ്ലേസാണ് ഇതൊക്കെ. അവരൊക്കെ ഒരുമിച്ച് ഏകോപിച്ച് വകുപ്പുകൾ പ്രവർത്തിച്ചാൽ ഈ വിനോദസഞ്ചാര മേഖല കുറച്ചും കൂടെ ഉന്നതമാക്കാനായിട്ട് പറ്റും. കുറേ കൂടെ ആൾക്കാർ ഇവിടെ എത്തി. അത് ഈ നാടിനും നാട്ടുകാർക്കും ഒക്കെ വളരെ ഗുണമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവനെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ ജലം മലിനമാകാതിരിക്കാനായിട്ട് ഇവിടെ ഉള്ള വേസ്റ്റുകൾ, അതുപോലെ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് വേസ്റ്റാണ്. അത് ഒരു ഇന്ന വേസ്റ്റുണ്ട്, അതൊക്കെ ഒന്ന് നിർമ്മാർജ്ജനം, അല്ലെങ്കിൽ ഇവിടെ അതുപോലെ വേറൊരു ഒരു കാര്യം, ഇവിടെ ഒരു ഹോം ഗാർഡ് സംവിധാനങ്ങളൊന്നുമില്ല. അതൊക്കെ ഒന്ന് കറക്റ്റ് ആക്കുവാണെങ്കിൽ നല്ലതായിരിക്കാമെന്ന് പ്രതീക്ഷിക്കുക. എന്തായാലും കൊള്ളാം, വെരി ബ്യൂട്ടിഫുൾ പ്ലേസാണിത്. അഞ്ചുള്ളി എന്ന് പറയുന്ന സ്ഥലം കണ്ടല്ലോ. ഒരു പക്ഷേ നിങ്ങൾ ഇതിനു മുമ്പ് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ പ്ലേസ് എന്ന് പറയുന്നത്. വിവിധ സംഘടനകൾ ഏകോപിച്ച് പ്രവർത്തിച്ചാൽ സർക്കാർ തലത്തിലും പഞ്ചായത്ത് തലത്തിലും, അതുപോലെ തന്നെ സമീപ പഞ്ചായത്ത്, തൊട്ടടുത്ത് കട്ടപ്പന മുനിസിപ്പാലിറ്റി, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ, സർക്കാർ, വിവിധ സംഘടനകൾ, ടൂറിസം വകുപ്പ് ഏകോപിച്ച് പ്രവർത്തിച്ചാൽ അഞ്ചുള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് പറ്റും. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ്. ഇപ്പോൾ ഒരു ടോയ്ലറ്റ് വളർന്നിട്ടുണ്ട്, ഒരു വാഷ്റൂമൊക്കെ ഉണ്ട്. റോഡ് ഒന്നുകൂടെ ഒന്ന് നന്നാക്കി ഇടാവുന്ന ഇരിപ്പിടങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ ഹോം ഗാർഡിൻ്റെ കുറവുണ്ട്. ഒരു ഗാർഡിൻ്റെ കുറവുണ്ട്. സെക്യൂരിറ്റി വേണം, അതിന് ഒരു ടൈമൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ പ്രദേശം അടിപൊളി സ്ഥലമാണ്. ലേക്കാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു എന്താണ് പറയുന്നത്, കോട്ടേഴ്സുകൾ, അതൊക്കെ നമുക്കറിയത്തില്ല, അതൊക്കെ DTDs പോലെയൊക്കെയുള്ള ഭാവിയിൽ ചെയ്യുമായിരിക്കും. പക്ഷേ ഇത് നന്നാക്കിയാൽ, ശ്രമിച്ചാൽ ഇത് ഇടുക്കി ജില്ലയിലെ ഒരു വലിയ വൻ ടൂറിസം സാധ്യതയുള്ള പ്ലേസാണിത്. അങ്ങനെ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റുകൾ ഇടുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ. ദീപു തോമസ്.